സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് യാത്ര അയക്കാം. തോമാച്ചിയുടെ ജീവിതം 89-90 വർഷക്കാലം ഈ കുട്ടനാട്ടിൽ ഇവിടെ ജീവിച്ചു, മക്കളെല്ലാം വളർത്തി. ഇന്ന് നീതിയുടെ കിരീടത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ തോമാച്ചിയെ നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഈ അപ്പച്ചനെ ദൈവതൃക്കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാത്മാവായിട്ട് ഈ അപ്പച്ചൻ മാറട്ടെ, വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിയോടും തോമാച്ചിയുടെ സഹോദരങ്ങളോടും മക്കളോടും മക്കളുടെ കുടുംബാംഗങ്ങളോടുമെല്ലാം അനുശോചനം അറിയിക്കുകയാണ്. തോമാച്ചിയുടെ ജീവിതത്തിലെ കടങ്ങളും പാവങ്ങളും എല്ലാം ദൈവം മോചിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് അനുശോചനം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ കാർമ്മികത്വം നൽകുന്നതാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അനുദപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഈ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സുഗന്ധദ്രവ്യങ്ങളുടെയും പരുള്ള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമാതിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.
മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരാ, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം കർത്താവെ ആശ്രയിക്കുന്നു. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് വാഗ്ദത്തനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കിടക്കയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ,
രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടു കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയിർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ശാന്തമായ ഒരു ഉറക്കം പോലെയാണ് ഇച്ചാച്ചൻ ഇന്നിവിടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. മക്കൾ പറയുന്നത് കേട്ടു. അപ്പൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഈ മണ്ഡലത്തിൽ നമ്മുടെ ഈ സിറ്റൗട്ടിൽ മാത്രം കിടത്തിയിട്ടാവണം ഈശോയിലേക്ക് യാത്ര അയക്കേണ്ടതെന്ന്. അപ്പൻ്റെ സ്വപ്നം പോലെ ഈ പ്രിയപ്പെട്ട മക്കളത് സാധൂകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാകേണ്ട 2 പ്രാർത്ഥനയുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന ഈ അപ്പച്ചനു വേണ്ടി ജീവിതകാലത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കുറവുകൾ ചിന്താഗതി കൊണ്ടോ മനോഭാവം കൊണ്ടോ വികാരം കൊണ്ടോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ ചാച്ചൻ്റെ സ്വർഗീയ യാത്രയ്ക്ക് അനുഗ്രഹമായിട്ട് മാറപ്പെടണം. രണ്ടാമത്തെ പ്രാർത്ഥന ഈ ആത്മാവിനോടാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇത് 3ാമത്തെ ആളാണ് നമുക്ക് പരിചയമുള്ളത് ഈശോയുടെ കൂടെ ആയിരിക്കുന്നത്. 2 മക്കളെ നേരത്തെ ഈ അപ്പൻ സ്വർഗത്തിലേക്ക് അയച്ചിട്ടുണ്ട്. വീണ്ടും ഈ അപ്പനും കൂടി ഇന്ന് യാത്രയാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂമാൻ ബോട്ടിൻ്റെ എഞ്ചിനോട്ടക്കാരനായിട്ട് ഈ പറമ്പിലേക്ക് കടന്നു വന്നതും ഇത്രയും നാളും ജീവിതം നന്നായിട്ട് ഓടിച്ചുകൊണ്ട് ഇന്ന് സ്വർഗത്തിലേക്കുള്ള യാത്ര പൂർത്തീകരിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളോട് ഈ അപ്പൻ പറയുന്നത്, ഞാൻ ജീവിതത്തിലായിരുന്നതുപോലെ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ എത്രമാത്രം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവിടെയൊക്കെ അതിനെ തരണം ചെയ്യുവാനുള്ളൊരു ചങ്കുറപ്പുമായിട്ടാണ് ഈ ചെറിയ നാട്ടിലേക്ക് ഈ അപ്പൻ കടന്നു വന്നത്. അല്ലലും അലച്ചിലും ഒന്നും അറിയിപ്പിക്കാതെ ബുദ്ധിമുട്ടിലും ഒരിക്കൽ പോലും വിശ്വാസം കൈവെടിയാതെ ഉള്ളിലുള്ള ഈശ്വര സാന്നിധ്യം അനുഗ്രഹമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ അപ്പൻ യാത്രയാവുക. കൊച്ചിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ആദ്യം കൊഞ്ചു കൂട്ടുന്നത് ഈ അപ്പം കൊണ്ടുവന്നിട്ടാണ്. അതിൽ നടന്ന മങ്കമ്പൂരെയൊക്കെ വന്ന് എല്ലാ കൂടപ്പിറപ്പുകളോടും സ്നേഹം തന്നെയായിരുന്നു. ഇവിടെ വെച്ച് വിളിക്കുമ്പോഴും ഒരിക്കൽ പോലും പരാതി പറയാതെയാണ് ഈ അപ്പൻ നമ്മളെയൊക്കെ സ്നേഹിച്ചിട്ടുള്ളത്. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെയാണ് യാത്രയാവുക. ആശുപത്രിയിലാണെങ്കിലും ആ വേദനയുടെ വലിയ നമ്പരത്തിലും എല്ലാവരെയും ആശ്വസിപ്പിച്ച് മക്കളോടൊക്കെ പറഞ്ഞു, ഞാൻ യാത്രയാവുകയാണ്, നീ സങ്കടപ്പെടരുതെന്നൊക്കെ പറഞ്ഞൊരു വലിയ അബ്രാഹം അനുഗ്രഹിച്ചതുപോലെ എല്ലാ മക്കളെയും ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ടാണ് അപ്പൻ പ്രിൻസി നീ കാണാൻ പറ്റിയില്ലെങ്കിലും അപ്പൻ്റെ മനസ്സിലുള്ള വലിയ അനുഗ്രഹം നിൻ്റെ കൂടെയുണ്ട്. കാണുന്ന മക്കളെക്കാട്ടും കൂടുതലായിരിക്കും കാണാതെ കൂടെ ഇരിക്കുന്ന കാണാതെയായി പോയ മകളെക്കുറിച്ച്. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അനുഗ്രഹമാകുവാൻ ഈ അപ്പനുണ്ട്. മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ അപ്പൻ്റെ വിശ്വാസം സ്വീകരിച്ചു കൊണ്ട് പോകാം. രണ്ടാമത്തെ പ്രാർത്ഥന ഈ അപ്പനോടാണ്. നിങ്ങളുടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ മാൻസിയും സാബുവും സജിയും റിൻസിയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ സങ്കടങ്ങളുണ്ടാകുമ്പോൾ ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗസന്നിധിയിൽ അച്ഛൻ ഓർമ്മിച്ചതുപോലെ വികാസൻ ഓർമ്മിച്ചതുപോലെ ഒരു ആത്മാവ് കൂടെ സ്വർഗത്തിലുണ്ടെന്നൊരു ബോധ്യമുണ്ടാവണം. ലാസറിൻ്റെ കുടുംബത്തിൽ ഉത്ഥാനത്തിന് കാരണമായത് കൂടപ്പറപ്പുകളുടെ വിശ്വാസമായിരുന്നു. നമുക്ക് ഈ ഒപ്പീസ് പ്രാർത്ഥനയിലെ ഓരോ വരികളും ഈ ശുശ്രൂഷയിലെ ഓരോ വരികളും ഈ അപ്പൻ്റെ ഒരു രോദനമായിട്ട് കൊടുക്കാം. ദൈവത്തോട് കേണപേക്ഷിക്കുന്ന പ്രാർത്ഥനയാക്കിക്കൊണ്ട് തുറന്നു വരുന്ന കാറോസ്ത പ്രാർത്ഥനയിലും അപ്പൻ്റെ ശബ്ദമായിട്ട് നമുക്ക് മാറുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമാവുക. ഒരുപാട് പേരെ ചുറ്റുവട്ടത് കണ്ടു, കൂടെ ജീവിച്ചവരും സമപ്രായക്കാരുമായ വ്യത്യസ്തരായ മതയാത്രികളൊക്കെ സന്തോഷം കൊണ്ടായിരിക്കുന്നില്ല, ദുഃഖം കൊണ്ട് അവരുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ കൂട്ടാളി കൈവിട്ടതിൻ്റെ ഒരു സങ്കടം മുഖത്ത് കാണുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം. 2 പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന
പ്രാർത്ഥന ഈ അപ്പച്ചന് വേണ്ടിയിട്ട് ജീവിതകാലത്തിൻ്റെ ഏതെങ്കിലും കുറവുകൾ ഒരു തടസ്സമായി അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമാവണം. രണ്ടാമത്തെ പ്രാർത്ഥന, ഈ അപ്പനോട് ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ മുമ്പോട്ടുള്ള യാത്രയിലുമൊക്കെ സങ്കടങ്ങളുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാത്മാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവോട് കൂടെ ആവട്ടെ നമ്മുടെ പ്രാർത്ഥന. കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ അപ്പൻ്റെ നല്ല അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പരിശ്രമിക്കാം. കാറോസ്ത പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന ദുഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽഥായിൽ നിന്റെ അമൂല്യമായ രക്തം രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ ഭക്തത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി ആത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായി ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഇതിനെ ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തോമാശ്ലീഹയുടെ ഭൗതിക ശരീരം നമുക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മളുടെ ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ എല്ലാവരും കയറാനാകാത്തവർ ചെറിയ വെള്ളങ്ങളിൽ കയറി നമ്മൾ സംസാരിക്കാതെ നമുക്ക് തോമാശ്ലീഹയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനായിട്ട് വിനിയോഗിച്ചും പറഞ്ഞത് പോലെ ഈ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് ഈ ശരീരം നമുക്ക് പോകാം. എന്റെ സഹോദരയെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ पुष्पश्लामा उमराद सबना ग्लाम से पारेक लदकाने ले देसल वहसी लसरात नुहरा दमदैरीन बे केने दामल. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയിടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര.
ബകാമെവക്കാൽ പുഷ്പശ്ലാമ അൽമാതാവ് വാത്തിൽ ഹുസ്രേ മൗട്ടേഷുഹേ ദേശവസേ ദീനസ്കേനേ ഓരസ്ലേം ഹാ എല്ലായിത്താ. ഹെന്നു നവ്രീൻ വക്ത് കയ്യാംത എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ. പ്രശാന്ത സുന്ദരമാം ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ. വാത്സല്യഭാജനങ്ങളെ എൻ പ്രിയ സ്നേഹിതരേ, നന്ദിയോടിന്നിതാ നിങ്ങൾക്കും യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര, യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു.
പ്രത്യാശയോടെ ഞാൻ പോകുന്നു എൻ നാഥനിലൊന്നു ചേരാൻ. സ്വർഗം പോകാൻ ഞാൻ പ്രിയരെ സന്തോഷിപ്പിൻ. നന്ദിയോടെ ഞാൻ യാത്രാമൊഴി ചൊല്ലാൻ. പ്രശാന്ത സുന്ദരമാം ഈ ഭൂവിൽ നിന്ന് യാത്രാമൊഴി ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര യാത്രാമൊഴി ഞാൻ. बगलियों सब पे ഉലാക്കാമമ്മേ മോമ സാധരണഞ്ഞിടുമന്തിമനാളി കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. काले हलिया तावोल वीरस हाय मलकूसा दम तैवाला വരികനിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളി കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ തൃത്വദേശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. മാറാതെ മൗത്തൻ വധഹയ്യൈ ആവാവൗറാ ഉറൂഹാദു ഗുദിശാന അൽമീൻ.
വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചവരെ മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ
അഗാധത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയിർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ ദാസന്റെ ആത്മാവിനെ നീതിയുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് രണ്ടാമത്തെ വിശ്രമം കൊള്ളട്ടെ. കബറിടം നീ പവിത്രമാക്കണമേ. മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യനെ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നവരുടെ ചില സകലത്തിന്റെയും നാഥനായിരിക്കും. നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു. ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കണയെല്ലാം
കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും, മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു. വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങ് നിലച്ചു കഴിഞ്ഞു. കർത്താവേ, നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമെന്നെരിതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. ആദിമുതൽ എന്നേക്കും ആമേൻ. നിത്യമഹോന്നതമംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതിവരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനും ബാവായും പുത്രനും റൂഹാദുദിശായുമായ സർവേശ്വരാ, മരണത്തിന്നാഥനാമീശോ മഹത്വത്തിലേക്കെന്നെ വിളിച്ചു. മനസ്താപമോടെ മനഃശാന്തിയോടെ ഈശോയെ തേടിടുന്നു. ഈശോയിൽ ചേർന്നിടുന്നു. മരണത്തിന്നാഥനാമീശോ മഹത്വത്തിലേക്കെന്നെ വിളിച്ചു. മനസ്താപമോടെ മനഃശാന്തിയോടെ ഈശോയെ തേടിടുന്നു. ഈശോയിൽ ചേർന്നിടുന്നു. എന്നെ സ്നേഹിച്ചോരൻ പ്രിയ ഭവനമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. എന്നെ സ്നേഹിച്ചോരൻ പ്രിയ ഭവനമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. എനിക്കു താങ്ങായി തണലായി നിന്ന പ്രിയരോടും ഞാൻ യാത്ര ചോദിക്കുന്നു. കരയരുതേ നിങ്ങൾ എന്നെയോർത്തിനിയും, നാഥന്റെ പക്കൽ ഞാൻ പോകും നിതാ. മറക്കരുതേ എന്നെ ഒരു നാളും നിങ്ങൾ, സ്മരിച്ചിടണേ എന്നും പ്രാർത്ഥനയിൽ. മരണത്തിന്നാഥനാമീശോ മഹത്വത്തിലേക്കെന്നെ വിളിച്ചു. മനസ്താപമോടെ മനഃശാന്തിയോടെ ഈശോയെ തേടിടുന്നു. ഈശോയിൽ ചേർന്നിടുന്നു. സകലത്തിൻ്റെ നാഥനായ തൻ്റെ തീരുമാനോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മകനീയമായ ഈ സമുദായത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിശ്ചയമതത്തെ അനുഗമിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നമ്മളെ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തെ നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. മരണത്തിൻ നാഥനാമീശോ മഹത്വത്തിലേക്കെന്നെ വിളിച്ചു. മനസ്താപമോടെ മനഃശാന്തിയോടെ ഈശോയെ തേടിടുന്നു. ഈശോയിൽ ചേർന്നിടുന്നു.